ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു ഈവനിങ് പാർട്ടി ആയിരുന്നേ. നമ്മൾ എല്ലാവരും കൂടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലായിരുന്നു ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ സെൽഫ് സർവീസ് ആയതുകൊണ്ട് തന്നെ CID മൂസയിലെ ബിന്ദു പണിക്കന്റെ അവസ്ഥയായിരുന്നു എനിക്ക്. ഏതൊക്കെ എടുക്കണം എന്തൊക്കെ എടുക്കണം എന്നൊരു പിടിയില്ലായിരുന്നു. അപ്പൊ ആദ്യമേ വയറ് നിറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം സ്റ്റാർട്ടേഴ്സിൽ നിന്ന് തുടങ്ങി. കുറേ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫുഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഡെസേർട്ട്സ് ആണെങ്കിലും കുറേ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു. പുഡിങ്സ് ഉണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ചെന്നപ്പം ചീസ് കേക്ക് ഒക്കെ തീർന്നിട്ടുണ്ടായി. ഏറ്റവും കൗതുകം തോന്നിയത് നമുക്കൊരു ഓർഡർ എടുക്കാനും ഫുഡ് ഡെലിവർ ചെയ്യാനും ഒക്കെ ഇങ്ങനെ ഒരു റോബോട്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അത് ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മളെല്ലാവരും സ്റ്റാർട്ടേഴ്സിൽ നിന്ന് തുടങ്ങി പിന്നെ മെയിൻ കോഴ്സിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു. മൊത്തത്തിൽ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതില് നമുക്ക് കങ്കാരു ഗ്രിൽ ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല. എന്റെ ഒരു കൊളീഗ് എടുത്തിട്ടുണ്ടായിരുന്നതാ. കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഗ്രിൽ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും കുറെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ചിക്കൻ, ബീഫ് അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാത്തിന്റെ ഒന്നും വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചൈനീസ് റെസ്റ്റോറന്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ സ്പെഷ്യൽസ് ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അവിടെ സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽസ് ഉണ്ടായിരുന്നു. എല്ലാരെയും ഒന്നിച്ച് കാണാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു ഈവനിങ് പാർട്ടിയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ഞങ്ങൾ എല്ലാവരും ഡിഫറെന്റ് ഷിഫ്റ്റ്സിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പൊ മോർണിംഗ് ചെയ്യുന്നവരുണ്ട്, ഈവനിങ് ചെയ്യുന്നവരുണ്ട്, നൈറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഡിഫറെന്റ് കൾച്ചേഴ്സ്, ഡിഫറെന്റ് ലാംഗ്വേജസ്. അപ്പം എല്ലാവരും ഒന്നിച്ച് ഒരുപോലെ എൻജോയ് ചെയ്ത ഒരു ഈവനിങ്. Like it was a beautiful evening and a memorable night.